അപ്പൊ എത്ര മനോഹരമായ നീന്തോട്ടം! ദൈവത്തിന്റെ സൃഷ്ടി എത്ര വർദ്ധിച്ചാലും അറിയാവുന്നതല്ല. പുഴ, അരുവി, കടൽ, ഫലവൃക്ഷങ്ങൾ, പൂക്കൾ, പക്ഷികൾ, കൃഷിസ്ഥലങ്ങൾ ഇവയെല്ലാം നോക്കുവാനായി നമ്മൾ എഴുപൂടിച്ചുള്ള ഈ ജീവിതം എത്ര മനോഹരമാണ്. വൈകുന്നേരങ്ങളിൽ ദൈവമായി തോട്ടത്തിലൂടെ ഉലാത്തുക എത്ര ആനന്ദമാണ്. ഈ ഏലത്തോട്ടം സംരക്ഷിക്കാനും കൃഷി ചെയ്യാനുമായി ഞാൻ നിങ്ങളെ നിയോഗിച്ചു. തോട്ടത്തിലെ എല്ലാ കൃഷിയുടെയും ഫലം അവശേഷിച്ചു. എന്നാൽ തോട്ടത്തിന്റെ നന്മ ലഭിക്കുന്ന ആ ജീവനെ വൃക്ഷിച്ചു, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിനെ വൃക്ഷിച്ചു. ആ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നുന്ന ദിവസം നിന്നെ വൈകുന്നേരം ദൈവം തോട്ടത്തിലൂടെ ഉലാക്കുവാനായി കരുതുന്നെങ്കിൽ ഞാൻ ആ കൃഷിസ്ഥലം വരെ ഒന്ന് പോയി വേഗം വരാം. നീ ആരാണ്? ആദത്തെ അല്ലാതെ മറ്റാരെയും കണ്ടിട്ടില്ല അല്ലേ? ദൈവം എന്നെ കുറിച്ച് മാത്രം പറഞ്ഞിട്ടില്ല. എനിക്ക് നിങ്ങളെ അറിയാം. ഞാൻ എന്നും നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങൾ ഈ തോട്ടം നോക്കുന്നത് പോലെ നിങ്ങളെ നോക്കാൻ ദൈവം എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എന്താ? അതെ, നോക്കൂ, ആ വൃക്ഷത്തിന്റെ പഴം കണ്ടു. അത് കണ്ണിന് എത്ര കൗതുകകരമാണല്ലേ. അതുപോലെ അത് തിന്നാൻ എത്ര സ്വാദുള്ളതാണല്ലോ. നീ ദൈവത്തെ കണ്ടിട്ടില്ലല്ലോ. അത് തിന്നാൽ ദൈവത്തെ കാണാൻ പറ്റും. മുൻപേ നിങ്ങൾ ഈ പ്രകൃതി സൗന്ദര്യം വർണ്ണിച്ചില്ലേ? അപ്പോൾ ഇത് സൃഷ്ടിച്ച് ഇവിടെ ആക്കിയ ദൈവത്തെ കാണുക എത്ര മഹത്വമായിരിക്കും. അതുകൊണ്ട് ഇതാ ഒന്ന് തിന്നു നോക്കൂ. ആർത്തിനും കൊടുക്കൂ. അയ്യോ വേണ്ട, ഇതാ തിന്നോളൂ. ദൈവം അറിയില്ല ഞാനിത് പറിച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചു. നോക്കിക്കേ, ധൈര്യമായി നീ കഴിച്ചോളൂ. ഞാൻ നിന്നെ പഠിക്കുന്നു. ഞാൻ നിന്നെ വിളിച്ചിരിക്കുകയാണ്. അമ്മ എനിക്ക് തന്ന സ്ത്രീ ആ മരത്തിന്റെ പഴം എനിക്ക് തന്നു. ഞാൻ തിന്നു. ഹൗവ, നീ എന്താണ് ചെയ്തത്? സത്യം എന്നെ വഞ്ചിച്ചു. ഞാൻ ആ പഴം തിന്നുപോയി.